കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവർക്കേനും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അമ്മാവിൻ്റെയോ അമ്മായിയുടെയോ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വിധവയായ മരുമകൾക്ക് അമ്മായി അച്ഛൻ്റെ കയ്യിൽ നിന്നും ചെലവിനുള്ള തുക മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ടോ അല്ലെങ്കിൽ അധികാരമുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോടതി വിധിയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ അവകാശമുണ്ട്, പൈസ മേടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കോടതി വിധിയുടെ ടൈറ്റിൽ എങ്ങനെയാണ്? വിഡോവ്ഡ് ഡോട്ടർ ഇൻ ലോ not living in matrimonial home can claim maintenance from father in law എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മകൻ മരിച്ച് വിധവയായ മരുമകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം, അമ്മായി അച്ഛൻ്റെ കയ്യിൽ നിന്നും ചെലവിനുള്ള തുക മേടിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ലോ വരുന്നത് ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 ഈ ഒരു പോയിന്റ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സെക്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. അതായത് ദ ഡോട്ടർ ഇൻ ലോ എൻടൈറ്റിൽഡ് ടു ദി ക്ലെയിം ഓഫ് മെയിൻ്റനൻസ് ഫ്രം ദി ഫാദർ ഇൻ ലോ ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 19, അതായത് സെക്ഷൻ 19 ഓഫ് ദി ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 1956 ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ടിലെ സെക്ഷൻ 19 പ്രകാരമാണ് ഈ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദ പ്രിൻസിപ്പിൾ കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 23 ഓഫ് ദി ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ട് 1956 ഈസ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഇതേ ആക്ടിൽ വരുന്ന സെക്ഷൻ 23 നമുക്കിവിടെ എന്താണ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ദെൻ തേർഡ് പോയിന്റ്, the widowed daughter-in-law was living separately from her in-laws may not be a circumstance to disentitle her to claim maintenance from her father-in-law in entirety എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷം ആ മരുമകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്നില്ല എങ്കിൽ പോലും എന്ത് ചെയ്യണം? അമ്മായിച്ചൻ ഈ മരുമകൾക്ക് ചെലവിന് കൊടുക്കണമെന്നാണ് പറയണത്. ഇത് 2024 31/8 വന്നിട്ടുള്ള കോടതി വിധിയാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.